ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇപ്പോൾ കുട്ടികൾ വഴക്കിടുന്നത് കണ്ട് ടീച്ചേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ആവണി കുട്ടികളെല്ലാം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ റൂമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അർച്ചനയുടെ കൈ തട്ടി ബൈബിൾ താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബൈബിൾ എടുക്കുന്നുണ്ട്. അർച്ചന താഴെ നിന്നു. അതിനകത്ത് ഇസബല്ലയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പുറകുവശമാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അത് തിരിച്ചും മറിച്ചും ആ ബൈബിൾ എടുത്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ അവിടേക്ക് ശോഭന എത്തുന്നുണ്ട്. മോളെന്താ ഈ നോക്കുന്നത് എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഈ ബൈബിൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ അർച്ചനയും ചോദിക്കുന്നുണ്ട്. അത് ഗോകുൽ വായിക്കുന്നതാണ്. ഗോകുൽ ബൈബിൾ വായിക്കും. ഭഗവത്ഗീതയും ഖുറാനും എല്ലാം ഗോകുൽ വായിക്കുന്നതാണ്. ദേ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ബൈബിൾ ഇരിക്കുന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട്. ഇങ്ങി തന്നെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയുടെ കയ്യിൽ നിന്നും ആ ബൈബിൾ വാങ്ങിക്കുന്നുണ്ട് ശോഭന. അവൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും ഇതെല്ലാം എന്ന് ശോഭന പറയുന്നത് കേട്ട് അർച്ചന പറയുന്നുണ്ട്. വക്കീലന്മാർ കോടതിയിലേക്ക് നിയമപുസ്തകമല്ലേ പഠിക്കുന്നത്, അല്ലാതെ ബൈബിൾ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുന്നു. അവനിതൊക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് തിരിച്ചും മറിച്ചും നോക്കുന്നതൊക്കെ കാണാം എന്ന് ശോഭന പറയുന്നുണ്ട്. ആ ബൈബിളിൽ എന്തോ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്താ എന്നിങ്ങനെ ചോദിച്ച് അത് മേടിക്കാൻ തുടങ്ങുന്നുണ്ട് അർച്ചന. ഇത് കണ്ട് ഉടനെ ശോഭന പറയുന്നുണ്ട്, ഫോട്ടോയോ ദേ നോക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ശോഭന അത് അർച്ചനയുടെ കയ്യിൽ കൊടുക്കാതെ പെട്ടെന്ന് തന്നെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്. ഓ ഇതായിരുന്നോ ദാ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഇസബല്ലയുടെ ഫോട്ടോ മാറ്റി അർച്ചനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് മാതാവിൻ്റെ ഫോട്ടോയാണ്. മോൾ ഇത് ഇത്രയും ചെയ്തത് മതി, മോൾ താഴേക്ക് വാ, നമുക്ക് ചോറുണ്ടേ എന്നൊക്കെ ഇങ്ങനെ ശോഭന അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അർച്ചന പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല എന്ന്. എന്നാലും ശോഭന ഇപ്പോൾ വളരെയധികം നിർബന്ധിച്ച് ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അർച്ചനയെ ആ റൂമിൽ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അർച്ചന പോയ ആ സമയത്ത് ഇസബല്ലയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് ശോഭന. അർച്ചനയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ മാറ്റിയത് അർച്ചന അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിൽ മത്സരങ്ങളൊക്കെ തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. വീണ്ടും കുട്ടികൾ വന്ന് ചിപ്പിയെ ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. മിക്കവാറും നീ ഇന്ന് എൻ്റെ കാല് കഴുകി തരേണ്ടി വരും എന്നിങ്ങനെ ആ കുട്ടി ഇങ്ങനെ വന്ന് ചിപ്പിയോട് പറയുന്നുണ്ട്. ഈ സമയം ചിപ്പിയുടെ അടുത്തേക്ക് അമ്മുവും ഇന്ദുവും ഗൗരിയും കൂടി വരുന്നു. അങ്ങനെ മത്സരങ്ങൾ തുടങ്ങാറായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട്. ചിപ്പി അവിടെ തന്നെ നിൽക്കുകയാണ് അച്ഛനെയും കാത്ത്. മാസ്ക് ധരിച്ച അച്ഛന്മാരെ കണ്ണ് കെട്ടിയ കുട്ടികൾ കണ്ടുപിടിക്കണം എന്നതാണ് ആദ്യത്തെ ടാസ്ക്. അതിനായി കുട്ടികളുടെ അച്ഛന്മാരെല്ലാവരും തന്നെ മാസ്ക് ഒക്കെ ധരിച്ച് വരുന്നുണ്ട്. കുട്ടികളുടെ കണ്ണെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദീന എന്ന് പറയുന്ന കുട്ടിയാണ് ആദ്യം വിളിച്ചിരിക്കുന്നത്. അതും MLAയുടെ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ചെന്ന് കയ്യിലൊക്കെ പിടിച്ചു നോക്കി അച്ഛനെ കണ്ടുപിടിക്കുകയാണ്. ശേഷം ഇന്ദുവിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഇന്ദു ഇപ്പോൾ സച്ചിയെ കണ്ടുപിടിക്കുന്നുണ്ട്. ശേഷം ഗൗരിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഗൗരിയും ചെന്ന് ഗോകുലിനെ കണ്ടുപിടിക്കുന്നു. ശേഷം അമ്മുവിനെ വിളിക്കുന്നുണ്ട്. അമ്മു ഇപ്പോൾ വന്ന് തൻ്റെ അച്ഛനായ സന്ദീപിനെയും കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചിപ്പി വളരെയധികം വിഷമത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ചിപ്പിയെ കണ്ട് ഇപ്പോൾ ചിപ്പിയുടെ തോളിൽ വന്ന ഒരാൾ വന്ന് പിടിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, സച്ചിയായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് ചിപ്പി. നോക്കുമ്പോഴാണ് സച്ചിയാണെന്ന് കാണുന്നത്. മോൾ ആരെയും നോക്കുന്നത്, അച്ഛനെയാണോ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ചിപ്പിയോട്. മോളുടെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വന്നില്ല എന്ന് ചിപ്പി പറയുന്നുണ്ട്. പക്ഷേ വരും, അതെനിക്ക് ഉറപ്പാണ് എന്ന് ചിപ്പി പറയുന്നു. മോള് വിഷമിക്കണ്ട, മോളുടെ അച്ഛൻ വരും എന്ന് സച്ചി പറയുന്നുണ്ട്. മോൾ ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സച്ചി ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് ഒരു വണ്ടി വരുന്നത്. വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നുണ്ട്. മുഖംമൂടിയൊക്കെ വെച്ചാണ് വരുന്നത്. ചിപ്പി ഇപ്പോൾ അച്ഛ എന്ന് വിളിച്ച് അയാളെ ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദേ ചിപ്പിയുടെ അച്ഛൻ എന്ന് കുട്ടികളെല്ലാം അവിടെ നിന്ന് പറയുന്നുണ്ട്. അച്ഛ ഈ മാസ്ക് ഒന്ന് മാറ്റ്, എൻ്റെ കൂട്ടുകാരികളെല്ലാവരും അച്ഛനെ കാണാൻ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ ചിപ്പി പറയുന്നത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മത്സരം കഴിയട്ടെ എന്നിട്ട് ഞാൻ ഈ മാസ്ക് മാറ്റാം എന്ന് പറഞ്ഞ് ചിപ്പിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു.
അടുത്ത മത്സരം എന്ന് പറയുന്നത് അച്ഛന്മാരെല്ലാം കുട്ടികളെ എടുത്തുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. ആദ്യം എത്തുന്ന ആൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് എന്നിങ്ങനെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ മക്കളെ എടുത്തുകൊണ്ട് ഓരോരുത്തരും ഓടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പിയുടെ അച്ഛൻ്റെ വേഷം ധരിച്ച് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, അവന്തിക തന്നെയായിരുന്നു. ഇത് ചിപ്പി അറിയുന്നില്ല. അങ്ങനെ എല്ലാവരും കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. ഈ സമയം അവന്തിക വീഴുന്നതിന് വേണ്ടി അദീന എന്ന് പറയുന്ന കുട്ടി അവളുടെ കാലിൽ ഷൂ ഇങ്ങനെ ഊരി താഴേക്ക് ഇടുന്നുണ്ട്. അതിൽ തട്ടി അവന്തിക ചിപ്പിയുമായി താഴേക്ക് വീഴുന്നു. അങ്ങനെ വീഴുന്ന ആ സമയം അവന്തികയുടെ ആ മുഖംമൂടി മാറുന്നുണ്ട്. മോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ച് അവന്തിക ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോഴാണ് ചിപ്പിക്ക് അത് അവന്തികയാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആകെ വിഷമിച്ച് കരയുകയാണ് ഇപ്പോൾ ചിപ്പി. എല്ലാവരും ഇത് കാണുന്നു. അവന്തികയാണ് അച്ഛൻ്റെ വേഷം കെട്ടി വന്നത് എന്ന്. ഉടനെ മറ്റുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ കൂകി വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ചിപ്പിയെയും അവന്തികയും കളിയാക്കുകയാണ്, കുട്ടികളെല്ലാവരും. എന്നാൽ ഇത് കണ്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഇന്ദുവും അമ്മുവും ഗൗരിയും കൂടി. മിണ്ടാതിരിക്കുക എന്ന് ഇപ്പോൾ പ്രിൻസിപ്പൽ കുട്ടികളോടായി പറയുന്നുണ്ട്. എന്താ മാഡം ഈ കാണിച്ചത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ മാഡത്തിന് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണ്ടെന്ന് വെക്കുമായിരുന്നല്ലോ എന്നൊക്കെ പ്രിൻസിപ്പൽ ഇപ്പോൾ അവന്തികയോടായി പറയുന്നുണ്ട്. വീണ്ടും കുട്ടികളെല്ലാം കളിയാക്കുകയും കൂകി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ചിപ്പിയും അവന്തികയും ആകെ നാണം കെട്ട് നിൽക്കുന്നുണ്ട്. ചിപ്പി ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടതിൻ്റെ ആ ഒരു സങ്കടത്തിലാണ് ചിപ്പി നല്ല കരച്ചിലാണ്. ആരും കളിയാക്കണ്ട, കൂകി വിളിക്കുകയും വേണ്ട. അച്ഛനില്ലാത്ത എൻ്റെ മോൾക്ക് ഞാൻ തന്നെയാണ് അച്ഛനും അമ്മയും. അതിലെന്താ ഇത്ര തെറ്റ്? അതിലെനിക്കൊരു നാണക്കേടുമില്ല എന്ന് അവന്തിക എല്ലാവരോടുമായി പറയുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അമ്മുവും ഇന്ദുവും ഗൗരിയും ചിപ്പിയുമായി സച്ചിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. സച്ചിയോട് എന്നിട്ടായി അമ്മു ഇപ്പോൾ പറയുന്നുണ്ട്, സച്ചിയേച്ചാ ചിപ്പി ഇനി ഒരു മത്സരത്തിനുമില്ലെന്ന് അവൾ പറയുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ സച്ചി ഇപ്പോൾ ചിപ്പിയോട് പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്താ വരാത്തത്? എനിക്ക് എൻ്റെ അച്ഛനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട്. ചിപ്പി ഇപ്പോൾ വളരെ വിഷമത്തോടെ സച്ചിയോട് പറയുന്നുണ്ട്. സച്ചി ഇപ്പോൾ ചിപ്പിയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നു. ഇത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛനെ മിസ്സ് ചെയ്യാതിരിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ മോള് അങ്കിളിൻ്റെ മുഖം ഓർത്താൽ മതി എന്നൊക്കെ സച്ചി ഇപ്പോൾ ചിപ്പിയോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ ചിപ്പി ഇപ്പോൾ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.